ഗോപു ഇത് വന്നു, ഗോപുവിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, സോ വൺസ് മോർ ഗുഡ് മോർണിംഗ് ടു ഓൾ. സോ അവർ ടോപ്പിക് ടുഡേ ഈസ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ദി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ. ഇതാണ് ശരിക്കും ടോപ്പിക്. എന്താണ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് proposition? Okay, the idea is that monetary policy is ineffective, even fiscal policy is ineffective because of several factors existing in the economy, including rational expectations. ഓക്കെ, അപ്പോൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് അതനുസരിച്ച് ആളുകൾ ലേബർ സപ്ലൈ മാറ്റുന്നു, അല്ലെ ലേബർ സപ്ലൈ ബാക്കിയോട് ചെയ്യുന്നു, നമ്മൾ കണ്ടതൊക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നവരെ ലൂക്കാസ് സപ്ലൈ കർവ്, അല്ലേ, ലൂക്കാസ് സപ്ലൈ കർവ് അല്ലെങ്കിൽ ലൂക്കാസിൻ്റെ അഗ്രിഗേറ്റ് സപ്ലൈ ഫങ്ഷൻ. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ റാഷണൽ എക്സ്പെക്റ്റേഷൻ, ലൂക്കാസ് സപ്ലൈ കർവ്, പിന്നെ അത് കൂടാതെ എന്താ പറയുക, ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഇൻ വേജസ് ആൻഡ് പ്രൈസസ്, ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് നമ്മൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോഡലല്ല റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. കെയ്ൻസിൻ്റെയൊക്കെ തിയറി പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം പഠിക്കേണ്ടി വരും? കൺസംഷൻ ഫംഗ്ഷൻ, മൾട്ടിപ്ലയർ, അല്ലെങ്കിൽ എന്താണ് അഗ്രിഗേറ്റ് സപ്ലൈ, ഡിമാൻഡ്, ഇക്വിലിബ്രിയം വരുന്ന എഫക്റ്റീവ് ഡിമാൻഡ്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നെ അല്ലാതെ തന്നെ ഗെയ്നീഷ്യൻ തിയറി, ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, ഗെയ്നീഷ്യൻ ലിക്വിഡിറ്റി പ്രിഫറൻസ് തിയറി, അത് അതിൻ്റെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അത്രയൊന്നും പറയാനില്ല. കാരണം റാഷണൽ എക്സ്പെക്റ്റേഷൻ, ലൂക്കാസ് സപ്ലൈ കർവും പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് 2-3 കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിയറി ഒരു സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അത്രയും മാത്രം തിയറികൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് തരുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഒരു കോൺസെപ്റ്റാണ് ശരിക്കും, അല്ലെങ്കിൽ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. പക്ഷേ അവർ കൊണ്ടുവന്നേക്കുന്ന പോളിസി പ്രിസ്ക്രിപ്ഷൻ അത് ഭയങ്കര വലുതാണ്. അതിൽ അവർ പറയുകയാണ്, അതായത് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആകാം, മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് കുറയാം, അല്ലെങ്കിൽ ഇത് ഇല്ലെന്നാകും. എപ്പോഴാണെന്നറിയാം, ആളുകൾ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുകൊണ്ട് അവർ സെൻട്രൽ ബാങ്ക് ഇടുന്ന പോളിസി അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഏത് പോളിസി, അപ്പോൾ ആ വാക്കതാണ് ഏത് ആൻറ്റിസിപ്പേറ്റഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ആൻറ്റിസിപ്പേറ്റഡ് ഡയഗ്രാം, ആൻറ്റിസിപ്പേറ്റഡ് അൺആൻറ്റിസിപ്പേറ്റഡ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ചേഞ്ചസ് കൊണ്ട് നമുക്കൊരിക്കലും ജനങ്ങളെ സർപ്രൈസ് ചെയ്യാൻ പറ്റില്ല. യു കനോട്ട് ഫൂൾ ദ പീപ്പിൾ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ് കൊണ്ട് ഇക്കോണമിയിൽ ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാൻ പറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള പോളിസി ചേഞ്ചസ് നമ്മൾ നടത്തേണ്ടി വരും. ഇതാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂളുകാർ പറഞ്ഞേക്കുന്നത്. അത് മോണിറ്ററി പോളിസി എന്തായിരിക്കും? ഫെയിലിയർ ആയിരിക്കും. അതുതന്നെയാണ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞത്. നമുക്ക് ഇത്രയും ചെറുതായിട്ടുള്ളൊരു ഐഡിയയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അത്ര ചെറുതായിട്ട് പറഞ്ഞ് നിർത്താൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മൾ പഴയ പഠിച്ച കോൺസെപ്റ്റൊക്കെ വെച്ച്, മെത്തഡോളജിയൊക്കെ വെച്ച് നമ്മൾ ഈ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് എങ്ങനെയാണ് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് വർക്ക് ചെയ്യുന്നത് നമ്മൾ കാണും. അതാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ത്രൂ ഔട്ട് ഒരു 80% നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. പക്ഷേ പ്രസൻറ്റേഷൻ മാത്രമേ ഇതൊരു പ്രധാനപ്പെട്ടതുള്ളൂ. അതായത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പം ഈ ആംഗിൾ പ്രസൻറ്റ് ചെയ്യണം. പോളിസി ഇൻഎഫക്റ്റീവ്നെസ്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എങ്ങനെ സംഭവിച്ചു എന്ന ആ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, നൗ വി ആർ സ്റ്റാർട്ടിങ്. A striking outcome of the new classical microeconomics is the policy ineffectiveness proposition. Okay, in the context of the new classical rational expectations predictions, the policy ineffectiveness proposition says that anticipated what policy? Monetary policy. Okay, has no effect on the business cycle. Only unanticipated policy matters. അപ്പോൾ നമ്മൾ ആ ഡയഗ്രാം വെച്ച് പഠിച്ചാൽ, അതായത് സെയിം ഡയഗ്രാം വെച്ച് ജയലക്ഷ്മി വരാൻ നോക്കി, ഓക്കോടെ റേഞ്ചില്ല, അവൾ എക്സിറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം ഓൺലി അൺആൻറ്റിസിപ്പേറ്റഡ് പോളിസി മാറ്റേഴ്സ്. അപ്പോൾ അൺആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത പോളിസി മാത്രമേ ആളുകളെ സർപ്രൈസ് ചെയ്ത് ഔട്ട്പുട്ടിനെ സ്വാധീനിക്കാൻ ആർക്ക് പറ്റുള്ളൂ? സെൻട്രൽ ബാങ്കിന് പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് ആൻറ്റിസിപ്പേറ്റഡും അൺആൻറ്റിസിപ്പേറ്റഡും ആയിട്ടുള്ള 2 ഡയഗ്രാമൊക്കെ നമ്മൾ വരച്ച് ചെയ്തതാണ്. അത് ഓർത്തിരിക്കണം. അത് നമുക്കിവിടെ അഡാപ്റ്റ് ചെയ്യാം. ആഫ്റ്റർ നമ്മൾ PG കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പെറുക്കി പരീക്ഷയ്ക്ക് എന്താണോ ചോദിച്ചിരിക്കുന്നത് അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിലാണ് നമ്മുടെ കഴിവ്. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ഭാഷയിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി, അപ്പോൾ അതവിടെ പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ നമ്മൾ പഠിച്ച നോട്ട് അപ്പാടി നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്നില്ല. മറിച്ച് നമ്മൾ പലയിടത്തുനിന്നും പഠിച്ച് അത് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യം വാക്ക് അഡാപ്റ്റേഷനാണ്. അപ്പോൾ അത് അതിന് നിങ്ങൾക്കൊരു ഗൈഡൻസ് ഒക്കെ തരാം. എങ്ങനെയാണ് നമ്മളിങ്ങനെ പലയിടത്തുനിന്ന് പഠിച്ച സംഭവങ്ങൾ ഒരിടത്ത് അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ സംഭവങ്ങളാണ് ഒരു പർട്ടിക്കുലർ എസ്ഐ ഇവർ ചോദിക്കുന്നത് നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതിന് നമ്മളൊരു സെർച്ച് നമ്മൾ നടത്തിയിരിക്കണം. ഒരു കോൺഫിഗറേഷൻ നമ്മൾ അസംബ്ലിങ് ഉണ്ട്. ആൻസർ അസംബിൾ ചെയ്യുക. നമ്മൾ ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് കണ്ടിട്ടോ കേട്ടോ. ആൻസർ എന്ത് ചെയ്യണം? അസംബിൾ ചെയ്യണം. ആൻസർ നമ്മൾ അസംബിൾ ചെയ്യണം. അപ്പോൾ അതൊരു കഴിവാണ്. ഇതൊരു പ്രസൻറ്റേഷൻ സ്കിൽ. ഔട്ട് ഓഫ് ദി സിലബസ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ ആ സ്കില്ല്
ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ടീച്ചർമാരുടെ ജോലിയാണ് അങ്ങനെയുള്ള അത് നിങ്ങളെങ്ങനെയാണ് ചെയ്യേണ്ടുന്ന കാര്യം. അപ്പോൾ അല്ലാതെ ചില കുട്ടികൾ എന്താ വെച്ചാൽ സ്വന്തമായിട്ട് അവിടെ ഇവിടെ നിന്നൊക്കെ പെറുക്കി നമുക്ക് ഗ്യാസ് അടിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ ബാക്കിയല്ല നമുക്ക് പറ്റും, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ പഠിച്ചതിൽ നിന്ന് എങ്ങനെ ആൻസർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്കില്ലാണ് നമുക്ക് ഈ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോഴും വേണ്ടത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സംഭവങ്ങളിൽ നിന്ന് ഈ ആൻസർ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പുതുതായിട്ട് അതിനെ നോട്ട് ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് കോൺസെപ്റ്റിൽ ആ ടോപ്പിക്ക് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. കുറച്ച് കാര്യങ്ങൾ 3-4 പേജ്, 3-4 ടോപ്പിക്ക് അതൊരു 8 പേജ് അല്ലെങ്കിൽ 12 പേജ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മുഴുവൻ മോഡ്യൂളും കൈകാര്യം ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളാണ്, ടഫല്ല. അപ്പോൾ പിടിയിട്ടില്ല. ഇപ്പം നമ്മൾ തുടങ്ങാം. പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ എന്താണെന്നുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് പോളിസി ചേഞ്ചസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് എനി എഫക്റ്റ് ഓൺ ദി ഔട്ട്പുട്ട്, ബട്ട് അൺആൻറ്റിസിപ്പേറ്റഡ് പോളിസി ചേഞ്ചസ് can produce or can influence definitely output. The ineffectiveness of systemic fiscal and monetary policy. What is systemic? Systemic on that means entire economy, on the entire economy അല്ലേ, on the entire economy. അപ്പോൾ അതാണ് നമ്മൾ സിസ്റ്റമിക് എന്നുള്ള വാക്ക്. ചുമ്മാ ഒരു ടെർമിനോളജിയാണ്, ഒരു പ്രയോഗമാണ്. അതായത് ഒരു ഇൻഡിവിജ്വലിനെയോ മാർക്കറ്റിനെയോ ഹൗസ് ഹോൾഡിനെയോ വെച്ചുള്ളതല്ല, ഒരു ഫേമിനെ വെച്ചുള്ളതല്ല, മറിച്ച് എന്താണ് എൻ്റയർ ഇക്കോണമി. അതാണ് നമ്മളിവിടെ സിസ്റ്റമിക് എന്ന് പറയും. സിസ്റ്റമിക് ഫിസിക്കൽ മോണിറ്ററി പോളിസീസ് in reducing unemployment must turn out to be one of the important predictions for rational expectations model. The basic idea is that a predictable attempt to stimulate the economy would be known in advance and would have no effect on the economy. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഇതൊക്കെ ചെയ്യാൻ പോകുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അതനുസരിച്ച് അവരെന്ത് ചെയ്യും, ജനങ്ങളെ റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് അവിടെ നടക്കാതെ പോകും. ഓക്കെ, ദിസ് ഇസ് നോൺ ആസ് ദി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് തിയറം. ഇത് ഈ മോഡ്യൂളിൽ നമുക്ക് അടുത്ത മോഡ്യൂളിലൊക്കെ പഠിക്കേണ്ടി വരും. എന്നല്ല, നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. വിത്ത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രൈസസ് ആൻഡ് വേജസ്. അപ്പോൾ ആളുകൾക്ക് ഒന്നുണ്ട്, എന്ത് റാഷണൽ എക്സ്പെക്റ്റ്. 2, എപ്പോഴും വേജസും പ്രൈസും ഫ്ലെക്സിബിളാണ് അല്ലേ. ഇപ്പോൾ ആളുകൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് വേജ് റേറ്റ് കൂടും, ഇനി പ്രതീക്ഷിക്കുന്ന കുറയും, പ്രതീക്ഷിക്കുന്ന പ്രൈസ് ലെവൽ കൂടും, പ്രൈസസ് കുറയും. ആൻറ്റിസിപ്പേറ്റഡ് ഗവൺമെൻറ് പോളിസി കനോട്ട് അഫക്റ്റ് റിയൽ ഔട്ട്പുട്ട് ഓർ എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിന് സ്വാധീനിക്കാൻ പറ്റിയില്ല. ഏത് കണ്ടീഷൻ ഉള്ളതുകൊണ്ട്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉള്ളതുകൊണ്ടും ഫ്ലെക്സിബിൾ പ്രൈസസ് ഉള്ളതുകൊണ്ടും ഗവൺമെൻറ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സെൻട്രൽ ബാങ്കും ഗവൺമെൻറ് ഇടപെടുകയാണെങ്കിൽ, എന്തിനെ ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഒരു പോളിസി കൊണ്ടുവരികയാണെങ്കിൽ അത് ഇതിനെ രണ്ടിനെയും ടച്ച് ചെയ്യാൻ പര്യാപ്തമല്ല. പ്രൈസസ് മാത്രമേ കൂടുള്ളൂ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഡയഗ്രാം വെച്ച് ഓർത്തിരിക്കണം. ഓക്കെ, സോ ദ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസൽ റിലേറ്റ്സ് ഓൺ 2 essential features of the new classical economics. First is that there is rational expectation on the part of the people. Second is a Lucas supply function. Okay, or Lucas supply curve, whatever it may be. അപ്പോൾ ലൂക്കാസ് സപ്ലൈ കർവ് നമ്മൾ കണ്ട എന്താണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, വേജ് റേറ്റ് കൂടിയില്ല എങ്കിൽ, അതായത് പ്രൈസ് ലെവലിനനുസരിച്ച് വേജ് റേറ്റ് മുമ്പോട്ട് വന്നില്ല എന്നെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ സപ്ലൈ കർവ് ബാക്ക്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും. എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് സപ്ലൈ ചെയ്യും, കാരണം വേജ് റേറ്റ് കൂടിയില്ല പ്രൈസ് ലെവലിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സോറി കേട്ടോ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതുകൊണ്ട് ഔട്ട്പുട്ടും എന്ത് ചെയ്യില്ല, ഔട്ട്പുട്ട് ഇതിൽ ഇങ്ങോട്ട് കൂടുകയല്ല, അപ്പോൾ ആരെന്ത് ചെയ്യും, ഇവിടെ തന്നെ നിൽക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും നമുക്ക് വാട്ടർ ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും N0 Q0 നിൽക്കും, N0 Q0 നിൽക്കും, N1 Q1 വരില്ല എന്നാണ് പറയുന്നത്. ഇതാണ് N1 കേട്ടോ, ഇതാണ് Q1, ഇത് N0, ഇത് Q0. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടില്ലോ എന്താ ഉദ്ദേശം നമ്മൾ പറഞ്ഞിട്ട്, ആളുകൾക്ക് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ലൂക്കാസ് സപ്ലൈ കർവ്. ഇത് രണ്ടും നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഇത് രണ്ടും വെച്ചിട്ടാണ് ഇവരുടെ എല്ലാ തിയറികളും അല്ലെങ്കിൽ ഇവരുടെ എല്ലാ അനാലിസിസിനെയും എല്ലാ കോൺസെപ്റ്റിനെയും നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യും. ദിസ് പ്രഡിക്ഷൻ ഓഫ് ദ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് became known as policy ineffectiveness proposition because it implies that one anticipated policy is just like any other. It has no effect on output fluctuation. However, this proposition doesn't rule out output effects from policy changes if the policy is surprise, or it will have an effect. Then it will have an impact on the output. A surprise, or we can say if it is unanticipated by the people, we can hit the output or we can influence the level of employment. ഓക്കെ, അതാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ സ്കൂളുകാർ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, 1 ആൻറ്റിസിപ്പേറ്റഡ് ലെവൽ, 2 അൺആൻറ്റിസിപ്പേറ്റഡ് ടൈപ്പ് ഓഫ് പോളിസീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തുടക്കം അങ്ങ് പിടികിട്ടിയല്ലോ, നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് ഏകദേശം. ഈ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ നമുക്ക് പിടികിട്ടി. റാഷണൽ എക്സ്പെക്റ്റേഷൻ മോഡൽ ഹാവ് ഓൾട്ടേർഡ് ദ വേ ഇക്കണോമിക്സ് വ്യൂ ദ റോൾ ഓഫ് ഇക്കണോമിക് പോളിസി. അതാണ് നമ്മളൊരു തുടക്കം നിൽക്കി ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞത് മോണിറ്ററി പോളിസിക്ക് എഫക്റ്റ്. അപ്പോൾ സെൻട്രൽ ബാങ്കും ഗവൺമെൻറ്റും സാധാരണ നോർമൽ ലെവലിൽ
ഒരു ടെക്സ്റ്റ് ബുക്ക് ഫാഷനിൽ പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെങ്കിൽ ഒരു കാരണവശാലും ഫലം ഉണ്ടാവില്ല. കാരണം ആളുകൾ ഭയങ്കര മിടുക്കന്മാരാണ്. റാഷണൽ എക്സ്പെക്ടേഷൻ വേരിയസ് റാഷണൽ എക്സ്പെക്ടേഷൻസ് models including that of Lucas-Applecare, Sargent and Wallace hypothesis on market clearings imply that government policies including monetary policy have no effect on real outputs. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാം കേട്ടോ. The idea that monetary policy and fiscal policy face to surprise people as the general public of rational expectations has challenged leading macroeconomic ideas proposed by both Keynesians and monetaries. അതാണ് ഇപ്പോൾ രണ്ടുപേരും പറഞ്ഞല്ലോ മോണിറ്ററി പോളിസിക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന്, ലിക്വിഡിറ്റി ട്രാപ്പിൽ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഉണ്ടെന്ന് കെയ്ൻസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞ തിയറിക്കെതിരെയാണ് റാഷണൽ എക്സ്പെക്ടേഷൻസ് ഗ്രൂപ്പുകാർ പറഞ്ഞേക്കുന്നത്. ഓക്കെ. And similarly, there is no trade-off between unemployment and inflation, even during the short run. അത് നമ്മൾ കണ്ടതാണ്. Even during the short run, because people quickly adjust. There is the wages and prices, they quickly adjust. When the price level goes up, people find that their wage rate has come down. They will demand for higher wage rate. So as a result of the equivalency between the rate at which prices increases with that of the wages increases, what happens is that the firms cannot reduce, or rather they cannot enhance employment. So the unemployment has not fallen as a result of an increase in inflation. So there is no trade-off, even if in the short run, because people's response are very quick. Even in the short run, they will not wait, so that there is no trade-off between what we can say inflation and unemployment even during the short run. So that is their perception about the operation of the Phillips curve. Okay, നമ്മളത് കണ്ട the rational expectations predictions also ruled out any trade-off between unemployment and inflation even during what we can say in the short run. It also contrasts with the standard monetary analysis in which money is neutral in the long run, but it has expansionary short-term effects. Not surprised, the policy ineffective proposal has generated a great deal of controversy. അപ്പോൾ നമ്മൾ ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെക്കുറിച്ച് നമ്മൾ ഒരു വളരെ തമാശയായിട്ട് പറയുകയാണെങ്കിൽ ഒരു അര സ്കൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഹാഫ് സ്കൂൾ അല്ലേ. നമ്മൾ ഈ കെയ്ൻസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, മോണിറ്ററിനെ കുറിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളെ പഠിച്ചുള്ളൂ. പക്ഷേ അവർ ഭയങ്കര സംഭവം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് പറയുന്നത് അത്രയും ഒരു ഭയങ്കര എലാബറേറ്റ് ഗ്രൂപ്പ് ഓഫ് ഐഡിയാസ് അവർ കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് കോൺസെപ്റ്റ് റാഷണൽ എക്സ്പെക്റ്റേഷൻ, ലൂക്കാസ് അപ്ലസ്കാർ, പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ക്ലാസിക്കൽസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും ഇവർ ഭയങ്കരമായിട്ടൊരു ഷോക്ക് കൊടുത്തു ആർക്ക്? കെയ്നീഷ്യൻസിനും മോണിറ്ററിസിനും. അതുവരെ ഉണ്ടായിരുന്ന ഫോർമൽ ഗവൺമെൻറ് മോണിറ്ററി പോളിസി, മൈക്രോ എക്കണോമിക് പോളിസികൾക്ക് വലിയൊരു സെറ്റ് ബാക്കാണ് ഈ റാഷണൽ എക്സ്പെക്റ്റേഷൻ കൊടുത്തത്. അപ്പോൾ ഇവർക്ക് ഇവരോടൊന്നും പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഇവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ആർക്കും പോകാൻ പറ്റില്ല. ഇത് മാത്രമല്ല, കെയ്ൻസ് വന്നു 1936 മോണിറ്ററിസ് വന്നു 1960 ആയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരുടെയും പോളിസികളിലെ പാകപ്പിഴകൾ പലപ്പോഴും കാണുമായിരിക്കും. അത് ഇക്കോണമിയിലുണ്ട്. അതിൻ്റെ ഫലമാണല്ലോ 1970s സ്റ്റാഗ്ഫ്ലേഷൻ വന്നത് അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ പുതിയ ഇക്കണോമിക് ഡിസ്റ്റർബൻസ് വന്നതിന് കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഒരുപക്ഷെ കെയ്നീഷ്യൻസിനും മോണിറ്ററിസിനും പറ്റിയില്ലായിരിക്കും. അതുകൊണ്ടൊരു സാന്ദർഭികമായി അല്ലെങ്കിൽ കാലത്തിൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് ഈ 1970 റാഷണൽ എക്സ്പെക്റ്റേഷൻസ് വരിക അല്ലേ. നമുക്ക് പറയാം ഓരോ 10 വർഷത്തിനുള്ളിലും ഉള്ള അവതാരം എന്ന് പറയുന്ന പോലെ ഒരു പുതിയ എക്കണോമിക് തിയറി അങ്ങ് അവതരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ആണെങ്കിൽ ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ അങ്ങോട്ടുള്ള റേസിങ്ങാണ് നമ്മൾ കാണുന്നത്. അത് ശരിക്കും അങ്ങ് നടക്കുമല്ലോ കൂടുക. ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ വരവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ എക്കണോമിക്സിനും അതുപോലെ ഡാറ്റ മാനേജ്മെൻറ്റിന് ഏറ്റവും സ്കോപ്പുള്ള ഒന്നാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. ബിഹേവിയറൽ എക്കണോമിക്സിൻ്റെ ഒരു പടയോട്ടം നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് എന്ത് എക്കണോമിക്സ് ആണ് ലീഡിങ് ഐഡിയ, സ്കൂൾ ഓഫ് തോട്ടാണ് ലീഡിങ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അത് ബിഹേവിയറൽ എക്കണോമിക്സ്. അപ്പം ബിഹേവിയറൽ എക്കണോമിക്സ് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. ആരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്? നിയോ ക്ലാസിക്കൽ ഇക്കണോമിക് തോട്ട്. നിയോ ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ക്ലാസിക്കലൊക്കെ തന്നെ. അപ്പോൾ അത് ക്ലാസിക്കൽ തിയറി പോലെ ലേസ് ഓഫ് ബിഹേവിയർ, ആളുകളെല്ലാം എന്ത് ചെയ്യുന്നു, ആളുകൾ ഭയങ്കര യുക്തിപരമായി ചിന്തിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആ യുക്തിയേക്കാൾ ഒരു ബിഹേവിയർ സെൻറ്റിമെൻറ്റ്സിൻ്റെ ബേസിലാണ് ആളുകൾ തീരുമാനം എടുക്കുന്നത് എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സ് വരുന്നത്. അതിന് ഒത്തിരി കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇതൊന്നുമല്ല, അതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ ബിഹേവിയറൽ എക്കണോമിക്സ് ഉണ്ട്. പക്ഷേ നമ്മൾ പറയുന്നത് റാഷണൽ എക്സ്പെക്റ്റേഷൻസ് സ്കൂളിനെ കുറിച്ച് 1930s കെയ്ൻസ് ഉണ്ടായിരുന്നെങ്കിൽ 1960s 1970s മോണിറ്ററിസ് ഉണ്ടായിരുന്നെങ്കിൽ 1960s മോണിറ്ററിസ് 1970s ആര് വന്നു? റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ഒരു സ്മോൾ ഷോക്ക് ഇവർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ഇവരുടെ ഒരു മാക്രോ എക്കണോമിക് പോളിസിയുടെ ചരിത്രത്തിൽ ഇവർ കൊണ്ടുവന്ന ചില ബ്രേക്ക് ത്രൂസ് എത്ര പ്രധാനപ്പെട്ടതായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇച്ചിരി സമയം കളയേണ്ടി വരുന്നു. ഓക്കെ, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. എന്നാലും ഇങ്ങോട്ട് മാറുന്നില്ലല്ലോ. Okay, so that is about that introduction part. The rational expectations model is based on 3 major assumptions. First is that there exist distinct markets across which information doesn't flow smoothly. അപ്പോൾ ഇവർ പറഞ്ഞാൽ അറിയാം, പല മാർക്കറ്റിലുണ്ട്, അതിനിടയ്ക്ക് ഇൻഫർമേഷൻ അത്ര സ്മൂത്തായിട്ട് അങ്ങനെ ഫ്ലോ ചെയ്യില്ല, അങ്ങനെ സ്മൂത്തായിട്ട്. അപ്പോൾ അത് അവർ പറഞ്ഞൊരു ഐഡിയ ആണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൈസസ് അഡ്ജസ്റ്റ് ഇൻസ്റ്റൻറ്റേനിയസ്ലി സോ ദാറ്റ് each individual market is in equilibrium or even period. ഓക്കെ, or in even period. ഓക്കെ, അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനെ ഇത്ര കണ്ടാൽ മതി. there is instantaneous adjustment between prices and wages, അല്ലേ, നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ. ഓക്കെ, തേർഡ് വൺ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. there are എക്സ്പെക്റ്റേഷൻസ്, റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ബൈ ദി പീപ്പിൾ. ജനങ്ങൾക്ക് എന്തുണ്ട്? റാഷണൽ എക്സ്പെക്റ്റേഷൻസ്. അപ്പോൾ ഈ 3 അസംപ്ഷൻ നമ്മൾ കണ്ട കാര്യങ്ങൾ കണ്ടത് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഈ തിയറി അല്ലെങ്കിൽ നമ്മൾ എന്ത് മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് അല്ലെങ്കിൽ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രപ്പോസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയായിട്ട് ഇവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മൾ അധികമൊന്നും പഠിക്കുന്നില്ല. ദെൻ സർജൻ ആൻഡ് വാലസ് ഹാവ് ഷോൺ ദാറ്റ് ഇൻ സച്ച് എ വേൾഡ് ഔട്ട്പുട്ട് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ഡിസിഷൻ ടു ഫോളോ എനി സിസ്റ്റമാറ്റിക് മോണിറ്ററി പോളിസി. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മണി സപ്ലൈ കൂട്ടി പ്രൈസസ് കൂടി, അല്ലേ, അപ്പോൾ എന്ത് ചെയ്യും? വേജ് റേറ്റ് കൂടുകയാണ്, വേജ് സപ്ലൈക്കാർ ബാക്ക്വേർഡ് പെൻഡിങ് ആണ്, ഔട്ട്പുട്ട് കൂടുന്നില്ല പറയുക. അപ്പോൾ ഇതാണ് ഈ സർജൻ ആൻഡ് വാലസ് പറഞ്ഞത്. ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ കുറയും, ചിലപ്പം കൂടുതല, ചിലപ്പോൾ അതുപോലെ തന്നെ നിൽക്കും. സോറി കേട്ടോ, പഴയ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരും. സോ സിസ്റ്റമിക് മോണിറ്ററി പോളിസി മേ ഫെയിൽ. ഓക്കെ, നോ ലൂക്കാസ് സപ്ലൈക്കാർ ഇത് നമ്മൾ പഠിച്ചതാണ്. y = y + ആൽഫ × p - p റെസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതാണ്. അതേ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ പ്രൈസ് ലെവൽ P2ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആളുകൾക്ക് മനസ്സിലായി P2ലേക്ക് പ്രൈസ് ലെവൽ കൂടി, P1ൽ നിന്ന് P1 ആയിരുന്ന ആൾ അപ്പോൾ P2ലേക്ക് കൂടി ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? വേജ് റേറ്റ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? പഴയ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ പഴയ എംപ്ലോയ്മെൻറ്റ് തന്നെ നിൽക്കുക ലോങ് റൺ. അഗ്രിഗേറ്റ് സപ്ലൈക്കാർ ഇങ്ങനെ തന്നെ അതുകൊണ്ട് 0.2ലേക്ക് വരും. 1ൽ നിന്ന് അങ്ങോട്ടും 2ലേക്ക്, അങ്ങനെ 2 പോകുന്ന കാരണം എന്താ? ഇതാണ് അഗ്രിഗേറ്റ് സപ്ലൈക്കാർ ബാക്ക്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ലൂക്കാസ് സപ്ലൈക്കാർ നമ്മൾ പറയാം, അല്ലേ. ലൂക്കാസ് സപ്ലൈക്കാർ നമ്മൾ അഗ്രിഗേറ്റ് സപ്ലൈ ഫംഗ്ഷൻ ബാക്ക്വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. കാരണം ആളുകൾ പ്രതീക്ഷിച്ചു എന്ത്? P2. ദേ കെയിം ടു നോ ദാറ്റ് ദ ഗവൺമെൻറ്റ്സ് റെസ്പോൺസസ് വിൽ ഡ്രൈവ് ദി പ്രൈസസ് ടു ലെവൽ ഓഫ് P2. ദേ ബിഹേവ്ഡ് അക്കോർഡിംഗ്ലി. ദേ ഡിമാൻഡഡ് ഫോർ ഹൈ വേജ് റേറ്റ്, so that unemployment has not been reduced. Only if wage rate has been kept low, then only the firms can appoint or absorb new people, so new employment, new employees. So that situation has not occurred because of the demand for higher wage rate by the people. They have rational expectations about the P2. Okay, so the aggregate supply curve shifts to AS2. Okay, this is the backward shifting of aggregate supply curve, or we can say that the operation of the Lucas supply curve. Okay, അപ്പോൾ ബാക്ക്വേർഡായിട്ട് ഈ ഡയഗ്രം നമ്മൾ പഠിച്ചതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനും ഇവിടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഡയഗ്രവും നമ്മൾ അതുപോലെ തന്നെ പഠിച്ചത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാനല്ല, മറിച്ച് എന്ത് ചെയ്യണം? പ്രസൻറ്റ് ചെയ്യാനല്ല, നല്ല ഇത്രയും നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോയി നമുക്ക് ഒത്തിരി ടൈം എടുക്കും. എന്നാൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലായില്ല, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോങ് റൺ സപ്ലൈക്കാർ ആദ്യം വരയ്ക്കണമായിരുന്നു, ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഇവിടെയും കൂടെ പോയിട്ട് ഓക്കെ ഉണ്ടോ വരച്ച് 10 seconds ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് നമ്മൾ വരച്ച് ചെയ്യണം, കാരണം ഇതിൻ്റെ എന്തോ ഒരു എസ്ഐ ചോദിക്കുള്ളൂ. ആ എസ്ഐക്ക് നമുക്ക് പറ്റിയ ഡയഗ്രം കൊണ്ട് ആ ഡയഗ്രം അവിടെയൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ there are two policy implications on Lucas supply curve. ഡിലീറ്റ് ചെയ്തോട്ടെ, എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കുഴപ്പമില്ല, നല്ലതാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യം നോക്കുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശം. അപ്പം അത് ആദ്യം നല്ലതായിരിക്കും, പിന്നെ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയും ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശം. അപ്പോൾ അതെങ്ങനെയാണ് നന്നാക്കുന്നതെന്നും എനിക്കും അറിയത്തില്ല. നിങ്ങൾ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്, എൻ്റെക്കാളും നല്ല കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ 1-2 കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇച്ചിരി എഴുതി മെച്ചപ്പെടുത്തണം എന്നിട്ട് ഒരു സജഷനുണ്ട്. എഴുതി മെച്ചപ്പെടുത്താൻ പറ്റും, അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പോരാ കേട്ടോ, പോയേക്കരുത്. ഓക്കെ, സോ
ശ്രദ്ധിക്കുക, ഇത്ര ഡിസ്റ്റർബൻസ് ഉണ്ട്, സോറി കേട്ടോ. So there are two policy implications from Lucas Applicar. The first one is output will remain unchanged to expected changes in money supply. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യല, മണി സപ്ലൈ ആളുകൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാണെങ്കിൽ. ദെൻ സെക്കൻഡ്, ഔട്ട്പുട്ട് ക്യാൻ ബി ചേഞ്ച് വിത്ത്, ഓക്കെ, ഇഫ് ദർ ഈസ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് ഇൻ മണി സപ്ലൈ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് മണി സപ്ലൈ വന്നാൽ മാത്രമേ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഞാനൊന്ന് മോഡലില്ല, നിങ്ങൾക്ക് അപ്പം നന്നായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണുന്നത് ദി ലൂക്കസ് അപ്ലൈക്കാർ ദസ് അസ്യൂം ദാറ്റ് പീപ്പിൾസ് എക്സ്പെക്ടേഷൻസ് ക്യാൻ പ്ലേ ക്രിട്ടിക്കൽ റോൾ ഇൻ മേക്കിംഗ് ദി മോണിറ്ററി പോളിസി എഫക്റ്റീവ് ആസ് വെൽ ആസ് പോളിസി ഇൻഎഫക്റ്റീവ്നെസ്. ശരിയല്ലേ? അപ്പം ആളുകളുടെ എക്സ്പെക്റ്റേഷൻസ് ആണ്, അല്ലെങ്കിൽ റാഷണൽ എക്സ്പെക്റ്റേഷൻസ് ആണ് പോളിസി എഫക്റ്റീവ് ആക്കുന്നതും ineffective. There can be policy ineffectiveness if people anticipate a monetary policy intervention. Or on the other hand, unanticipated policies can bring the certain or changes in output. ഇനി നമ്മൾ കാണുന്നതിന് ഒരു ഡയഗ്രത്തിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം എന്താ കാണുന്നത്. അപ്പോൾ ആ ഡയഗ്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ പറഞ്ഞു തരുമ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ കിട്ടില്ല. ഇതാണ് ഒരു ഒറിജിനൽ സിറ്റുവേഷൻ. ഏത്? നമുക്ക് വൈ എന്ന് പറഞ്ഞൊരു ഒറിജിനൽ സിറ്റുവേഷൻ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ സപ്ലൈക്കാർ. ദിസ് ഈസ് ദ ലെവൽ ഓഫ് പ്രൈസസ് 0. ഓക്കെ, നൗ യു നോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദി സെൻട്രൽ ബാങ്ക് ഇൻക്രീസസ് ദി മണി സപ്ലൈ. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. ആളുകൾ പ്രതീക്ഷിക്കുന്നു സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ ഈ ഭയങ്കര കൂട്ടുമെന്നും അങ്ങനെ എങ്ങനെയാകുന്നു? ഇവിടെയാകുന്നു AD2 ഓപ്പറേറ്റ് ചെയ്യുന്ന അവർ പ്രതീക്ഷിക്കുന്നു. എങ്ങോട്ട്? AD2 അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? മണി സപ്ലൈ കൂട്ടും ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പം പ്രൈസ് ലെവൽ ഭയങ്കരമായിട്ട് കൂടും. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് AD2 എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അഗ്രിഗേറ്റ് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യും. പക്ഷേ ആളുകൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആളുകൾ പ്രതീക്ഷിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന പ്രൈസ് ലെവൽ P2. അപ്പോൾ എന്ത് സംഭവിക്കും? അവരത് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് എംപ്ലോയ്മെൻറ്റ് കൂടുകയില്ല. പ്രതീക്ഷിക്കുന്നില്ലായിരുന്നെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂടി. അവർ P2 പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 0.1 2 എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം മാറും. മനസ്സിലായല്ലോ? ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് M2 M0 എവിടെയാണെന്ന് വിചാരിക്കും, M2 മണി സപ്ലൈ കൂട്ടി P2 പ്രൈസ് ലെവൽ വരും. AD2 അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. 0.2 ഇക്വിലിബ്രിയത്തിൽ വരും. അപ്പോൾ അന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നത്? ആളുകൾ ഈ പ്രൈസ് ലെവൽ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അവരവരുടെ എക്സ്പെക്റ്റേഷൻസ് കൂടുന്ന വേജ് റേറ്റ് കൂട്ടി എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം പഴയ ലെവലിൽ തന്നെ നിൽക്കും. എംപ്ലോയ്മെൻറ്റ് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരികയില്ല. ഇതാണ് ഒരു സിറ്റുവേഷൻ. നമ്മൾ അതിനിടയ്ക്ക് ഈ സപ്ലൈക്കാർ നമ്മൾ കാണുകയേ വേണ്ട. AD2 എന്ന് പറഞ്ഞ സപ്ലൈക്കാരല്ല ഡിമാൻഡ് നമ്മൾ കാണുക വേണ്ട. ഇനിയാണ് AD2 വരുന്നത്. AD2ൻ്റെ പ്രസക്തി എന്താണെന്ന് പറയുക? AD2 ഡാഷാണ്. ഇത് AD2 ഡാഷോ. AD2ൻ്റെ പ്രത്യേകത അറിയാം. ആക്ച്വലി ജനങ്ങളുടെ പ്രതീക്ഷ ഇതാണ്, ഇതിലേക്കാണ് അതിൻ്റെ ഫലം. അതായത് മണി സപ്ലൈ കൂട്ടി, പ്രൈസ് ലെവൽ കൂടി, P2 കൂടി, അതുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡ് AD2 ഷിഫ്റ്റ് ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജനങ്ങളെ അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സെൻട്രൽ ബാങ്ക് ചെയ്തതിനറിയാം അത്രയും കണ്ട് മണി സപ്ലൈ കൂട്ടിയില്ല. P1 കണ്ടേ മണി സപ്ലൈ കൂട്ടും. M1 കണ്ടേ മണി സപ്ലൈ കൂട്ടില്ല. അപ്പോൾ P1 കണ്ട് പ്രൈസ് ലെവൽ കൂടി. ജനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞ് മാത്രമേ മണി സപ്ലൈ കൂടിയുള്ളൂ, പ്രൈസ് ലെവൽ കൂടിയുള്ളൂ. അപ്പോൾ ജനങ്ങൾ ഇതിലും കൂടുതൽ പ്രതീക്ഷിച്ചു. പക്ഷേ സെൻട്രൽ ബാങ്ക് അത് കുറച്ച് മാത്രമാണ് എന്ത് സംഭവിച്ചത്? മണി സപ്ലൈ കൂട്ടിയും അതിൻ്റെ ഫലമായിട്ട് പ്രൈസ് ലെവൽ കൂടിയും സംഭവിച്ചു. അപ്പോൾ എന്താണെന്നറിയോ? അഗ്രിഗേറ്റ് ഡിമാൻഡ് AD2 ഷിഫ്റ്റ് ചെയ്തില്ല, കുറച്ചുകൂടി താഴെയായിപ്പോയി, AD2 ഡാഷിലേക്ക് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ജനങ്ങൾ അഗ്രിഗേറ്റ് സപ്ലൈ ബാക്കിയോട് ഷിഫ്റ്റ് ചെയ്യില്ല. കാരണം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, നമുക്ക് ഒത്തിരി ഡയഗ്രം ഇത്രയ്ക്കും പിടികിട്ടാൻ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വ്യൂ മോഡിൽ ഒരുക്കി കൂടെ ഇട്ടോട്ടെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദ ഒറിജിനൽ അഗ്രിഗേറ്റ് സപ്ലൈ കാർ. ദിസ് ഈസ് ദ ഒറിജിനൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കാർ. This is the original equilibrium at 0.1. This is the original level of what we can say employment or aggregate output. Both we can say it is aggregate output at Y0. Okay, and this is what we can say P0 level of prices. The original equilibrium is at 0.1. The original supply curve is AS. Okay, S1. Okay, original demand here is AD1. Now the people expect that what happens is that as a result of monetary policy intervention, people expect that the central bank will increase money supply to M2. Okay, as a result price level will increase to P2.
Okay, so that is pupil expectations. Okay, and they expect that this will be the resultant aggregate demand curve, because when you are increasing the money supply to M2 dash, as a result price level will increase to P2 and aggregate demand will increase to AD2. Okay, what is that? AD2. So, and in accordance with that changes in price level and aggregate demand, people will demand higher wage rate. As a result, they will go backward shifting the aggregate supply curve to AS1. Okay, what is that? AS1, AS1 dash, AS2 നോക്കടാ, AS2 1 അല്ല, AS2. Okay, so that new equilibrium, an expected new equilibrium is 2. It is an expected equilibrium. It is not the realized one, because there is a dash is there. മനസ്സിലായല്ലോ, ഒരു ഡാഷ് അവിടെ ഡാഷ് ഉണ്ടോ, ആ ലൈനിൻ്റെ ഡാഷ് കൊടുത്തേക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, ഉണ്ടോ ഡാഷ് ലൈൻ കൊടുത്തേക്കുന്നത്, അത് എക്സ്പെക്റ്റാണ്, നമ്മുടെ സ്വപ്നത്തിലുള്ള കാര്യം. ഓക്കെ, അതുകൊണ്ട് അത് അങ്ങനെ അവിടെ കൊടുത്തു. എന്നിട്ട് അവർ P2 വരുമെന്ന് പ്രതീക്ഷിച്ചു. അപ്പം അവർ എന്ത് ചെയ്തു, ഭയങ്കര മിടുക്കന്മാരുണ്ട്, ഔട്ട്പുട്ട് മാറുമല്ല. ഒരു സെക്കൻഡേ, സോറി. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇനിയാണ് യഥാർത്ഥ സംഭവം വരുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്തു, P2യുടെ ഡാഷ് ലെവലിലേക്ക് എന്ത് സംഭവിച്ചു, പ്രൈസ് ലെവൽ കൂടുന്നുള്ളൂ, അല്ലെങ്കിൽ M2 ഡാഷ് ലെവലിലേക്ക് കുറഞ്ഞ ലെവലിൽ മണി സപ്ലൈ കൂട്ടി, കുറഞ്ഞ ലെവലിൽ പ്രൈസ് ലെവൽ കൂടി. അപ്പോൾ ഉണ്ടല്ലോ എന്ത് സംഭവിക്കുന്നത് അറിയോ, ഇതാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് പുതിയത്. ഇതല്ല പിന്നെ എന്താണ്, ഇത് ആളുകൾ പ്രതീക്ഷിച്ചതിനേക്കാളും കുറഞ്ഞു മാത്രമേ മണി സപ്ലൈ കൂടിയുള്ളൂ, കുറഞ്ഞു മാത്രമേ പ്രൈസ് ലെവൽ കൂടിയുള്ളൂ, കുറഞ്ഞു മാത്രമേ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടിയുള്ളൂ. അപ്പോൾ പുതിയൊരു ഇക്വിലിബ്രിയം വരുമോ, അതേ അഗ്രിഗേറ്റ് സപ്ലൈ കർവിൽ. കാരണം ആളുകൾ പിന്നെ ബാക്കിയോട് ആയിട്ട് സപ്ലൈ കർവ് വെക്കും. ഓക്കെ, 2 ഡാഷ് എന്നുള്ള ഒരു പോയിന്റിൽ ഇക്വിലിബ്രിയം വരിക. ആ ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത എന്താ, കുറഞ്ഞ പ്രൈസ് ലെവലാണോ? അല്ല, അതിനേക്കാളും കുറഞ്ഞ പ്രൈസ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറയുക, നമ്മൾ ആളുകളുടെ എക്സ്പെക്റ്റേഷനേക്കാളും കുറവാണ് മോണിറ്ററി പോളിസി ഇൻ്റർവെൻഷനിൽ. ഔട്ട്പുട്ട് കൂടുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്താണ്, കുറയുകയോ ചെയ്യുന്നത്. ഓക്കെ, കൂടുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. So a monetary policy intervention which is less than the expected level of the people, it reduces the actual output rather than increases the output. So this shows a greater level of risk for the monetary policy implementation. ശരിയല്ലേ? അപ്പോൾ അതാണ് ഈ ഡയഗ്രാം. ഇത് നമ്മളിവിടെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഞാൻ കളർ ചെയ്തിട്ട് നിങ്ങൾ ആ പോയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് കളർ ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അത് ഏതാണെന്ന് നോക്കട്ടെ. The economy will move to point 2 dash, the intersection of the aggregate supply curve AS2 and the aggregate demand curve AD2 dash. മനസ്സിലായല്ലോ, AD2 dash and AS1 അല്ല 2 ആ. ഡയഗ്രാം കാണുമ്പോൾ 2 എന്നൊക്കെ 1 എന്നൊക്കെ തോന്നും. ഓക്കെ, ഇവിടെ കിട്ടിയില്ല. അപ്പോൾ ഇതാണ് ഈ ഡയഗ്രാം വെച്ച് നമ്മൾ മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ്നെസ്, ഈ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് നമുക്ക് പറയേണ്ടി വരും. സോറി കേട്ടോ. Then the market clearing rational expectations framework implies that discretionary stabilization policy cannot be effective and might have undesirable effect on the economy. Okay, ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. To eliminate this undesirable, the central bank and other policy makers should abandon discretionary monetary policy and generate as few policy surprises as possible. പോളിസി സർപ്രൈസസ് നടത്തണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുകളിൽ. ഇനി നമ്മൾ ഈ മോണിറ്ററി പോളിസി എന്താണ്, ഈ പോളിസി ഇംപ്ലിക്കേഷൻ, അതായത് പോളിസി ഇൻഎഫക്റ്റീവ് പ്രൊപ്പോസിഷൻ ഇവർ നടത്തി, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. ഇറ്റ് ഇലുമിനേറ്റ്സ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദി എഫക്റ്റ് ഓഫ് ആൻറ്റിസിപ്പേറ്റഡ് വേഴ്സസ് അൺആൻറ്റിസിപ്പേറ്റഡ് policy actions. ശരിയല്ലേ? It demonstrates that policy makers cannot know the outcome of their decisions without knowing the public's expectations regarding them. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് വിചാരിച്ച് വേണം നമ്മൾ പോളിസി നടത്താൻ. അല്ലാതെ നമ്മൾ ജനങ്ങളുടെ പ്രതീക്ഷയെ കണക്കിലെടുക്കാതെ ഒരു പോളിസി ഇൻ്റർവെൻഷൻ ഒരിക്കലും നടത്തരുത്. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ പോളിസി വിജയിക്കില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട സജഷൻസ്. ഓക്കെ, സോ ഈ കൺക്ലൂഷൻ എന്താണ് മോണിറ്ററി പോളിസി, അല്ലെങ്കിൽ പോളിസി സജഷൻ എന്താണ്, അല്ലെങ്കിൽ പോളിസി ഇംപ്ലിക്കേഷൻ എന്താണ്, അബൌട്ട് ദി പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ ഓഫ് ദി റാഷണൽ എക്സ്പെക്റ്റേഷൻസ്, അത് നമ്മളിവിടെ ഈ 2 പോയിന്റിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. And you can easily see that this topic is quite an extension or another version of the topics we already covered under this module. അല്ലേ, റാഷണൽ എക്സ്പെക്റ്റേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്തു വെച്ചാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഒരു കുഞ്ഞ് സംഭവം കൂടെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് വരിക, ലാസ്റ്റ് മോഡ്യൂൾ. ആ ലാസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പോളിസി ഇൻഎഫക്റ്റീവ്നെസ് നമ്മൾ അവിടെയും പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള മോഡ്യൂൾ അല്ലായിരുന്നു ഇത്. ഇതിൻ്റെ ഒരു കുഞ്ഞ് എക്സ്റ്റൻഷൻ കൂടെ ഉള്ളൂ. ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിക്കണം, പിന്നെയും വായിക്കണം. വായിച്ചില്ലെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പാടായി.